ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അങ്ങനെ ഇന്നത്തെ ദിവസം സമാപിപ്പിക്കാനായിട്ട്, അതായത് നിങ്ങളിത് 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദിണ്ടിഗൽ വിശേഷങ്ങൾ. ഞാനിപ്പോഴും ദിണ്ടിഗലിൽ തന്നെയാണ്, പക്ഷേ ഇതൊരു ഫ്രഷ് എപ്പിസോഡായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ഒരു ദിവസത്തെ ഈവനിങ് ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ രാത്രി കാഴ്ചകൾ കാണാൻ ഇറങ്ങുന്നു. രാത്രി കാഴ്ച പറഞ്ഞാൽ രാത്രി വിശേഷങ്ങൾ. ദിണ്ടിഗലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദിണ്ടിഗൽ എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണി ക്യാപിറ്റലാണെന്ന് തന്നെ പറയാം, ബിരിയാണി സിറ്റി. പക്ഷേ രാത്രി ഇനിയിപ്പോൾ ബിരിയാണി കഴിക്കാൻ വലിയ മൂടില്ല എങ്കിലും നമ്മൾ ഫുഡ് ടൂറാണ്. രാത്രി കാഴ്ചകളുമായിട്ട് നമുക്ക് 2 കടകളിലേക്ക് പോകാം. ആദ്യം ഒരു സ്ഥലം, പിന്നെ വേറൊരു സ്ഥലം. ഓക്കെ, ഞാനിപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുന്നു. അപ്പോൾ കൂടെ വരിക. ഓക്കെ, കാഴ്ചകൾ കാണാം, ഭക്ഷണ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. ഫ്രഷായിട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ഏരിയ ആണ് കേട്ടോ, ആക്ച്വലി പറഞ്ഞാൽ. ഈ സൈഡ് ആ സൈഡെല്ലാം ഇങ്ങനെ കുഞ്ഞു പെട്ടിക്കടകൾ എന്നൊക്കെ നമ്മൾ പറയും, ചെറിയ വാനിലൊക്കെ വരുന്ന സ്ട്രീറ്റ് ഫുഡ് ഏരിയ. പക്ഷേ ഞാൻ അവിടേക്കല്ല വന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, തമീം ഹോട്ടൽ. അവിടേക്കാണ് പോകുന്നത്. ഫലൂഡ, മിൽക്ക് ഷേക്ക്, സ്നാക്സിൻ്റെ ഒക്കെ കടയുണ്ട്. மெயின் வந்து புரோட்டா, நார்மல் புரோட்டா. ஓகே. அதுக்கு அப்புறம் ஆர்டர் கொத்து புரோட்டா, 2 புரோட்டா 2 எக் போட்டு கொத்தி கொடுப்பாங்க. அப்புறம் 2 புரோட்டா 2 பேடா போட்டு முட்டை போட்டு அடிச்சு உள்ள விட்டு. ஓ, முட்டை பரோட்டா. அப்புறம் வீசி மடிச்சு போடுவாங்க. ஓகே ஓகே. அது என்ன வேணா நீங்க பாத்துக்கங்க. ഓക്കെ ഓക്കെ, ശരി. ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് പൊറോട്ട, പിന്നെ ബീച്ച് പൊറോട്ട, അതുകൂടാണ്ട് എഗ് പൊറോട്ട, കൊത്തു പൊറോട്ട. ഓക്കെ. கொத்து பரோட்டா எத்தனை போடலாம் உங்களுக்கு? எனக்கு 2 செட் கொத்து, 2 முட்டை பரோட்டா, 2 வீச்சு பரோட்டா. அப்படி பேர் தமீம். അതാണ് കട പേര് അല്ലേ? തമീം. എത്ര വർഷം പിന്നെ കട തുടങ്ങി? ഇത് வந்து 40 years. ഇഡ്ഡലി ഉണ്ട് അല്ലേ? ഹോട്ട് ഇഡ്ഡലീസ്. അപ്പോൾ സൈഡൊക്കെ എന്നാ കറി? മട്ടൻ ചുക്ക, ചിക്കൻ. ഓക്കെ, ഇതൊക്കെയാണ് സൈഡ് ഡിഷസ്. ബ്രോയിലറും ഉണ്ട്, നാട്ടുകോഴിയുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇത് നോക്കിക്കോളാം. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇനിയിപ്പം മുട്ട പൊറോട്ട നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകണം. അതിപ്പോൾ കുറേ ബീച്ച് പൊറോട്ട കഴിഞ്ഞു. 2 മുട്ട, കുറച്ച് ഉള്ളി, ചോപ്ഡ് ഒനിയൻസ്, കുറച്ച് ഉപ്പ്, എല്ലാം കൂടെ മിക്സ് ചെയ്തു. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു. പിന്നെ പൊറോട്ട വിഷൽസ്. വാവ്, നല്ലതായിട്ട് പഴുക്കുന്നുണ്ട്. ഭയങ്കര വീശാൻ എക്സ്പേർട്സ് ആണ് കേട്ടോ ഇവർ. ഇനി ഇതെടുത്ത് നല്ല ചൂട് കല്ലിലേക്ക് വെക്കുന്നു. എന്നിട്ട് അതിനകത്തേക്ക് മുട്ട. ഇത് സിലോൺ പൊറോട്ട. ഇത് എന്താ മാതിരി ഇന്ത്യൻ മുട്ട പൊറോട്ട. സിലോൺ പൊറോട്ട ഇപ്പഴേ തന്നെ മുട്ടയ്ക്ക് വെച്ചു. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നു. ഫോൾഡിങ് പരിപാടിയായി. നമ്മുടെ മുട്ട പൊറോട്ട റെഡി. 2 പൊറോട്ട പിച്ചി. ഇത് ഓക്കെ. മുട്ട കഴിക്കുന്നു, 2 മുട്ട. നമ്മുടെ മുട്ട പൊറോട്ട ഒരു സൈഡിൽ ഇങ്ങനെ പൊരിഞ്ഞ് കിടക്കുകയാണ്. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത്. യെസ്, മുട്ട പൊറോട്ട ഇസ് ഓവർ. ഓയിലിട്ട് ഇങ്ങനെ തിരിച്ചു कबू काम करना क्या, कबू नहीं आता, कबू काम नहीं करना क्या तब अच्छा करता
കുറച്ച് ഗ്രേവി സാൽന ഗ്രേവി ഇത് മട്ടണോ ചിക്കൻ്റെ ഗ്രേവി കുറച്ച് ചേർക്കണോ ഇത് ചെയ്താൽ കോസ്റ്റ്ലി ചിക്കൻ മതി ഇങ്ങനെ 4 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും 10 പൊറോട്ട സെറ്റായി വന്നതാണോ എന്ത് ഫാസ്റ്റായിട്ടാണ് ഇവിടെ നല്ല ചൂട് ഇഡ്ഡലി കിട്ടും ഇഡ്ഡലി രാവിലെ 7 മണി തൊട്ട് രാത്രി 11 മണി വരെ നോൺ സ്റ്റോപ്പ് ഇഡ്ഡലിയാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൊത്തി കൊത്തു പൊറോട്ടയുടെ മാക്സിമം കൊത്തും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഹൈ ഹീറ്റിലാണ് കേട്ടോ കല്ല് നല്ല ചൂടായി കിടക്കുന്നത് ഇതൊരു ഡുവൽ പർപ്പസ് ഒന്നും അല്ലെങ്കിൽ ഓൾ പർപ്പസ് കല്ലാണ് എല്ലാം ഇതിൽ തന്നെ ചെയ്യാം നല്ല ചൂടായിട്ട് ഇത് വിറകാ ഈ കല്ലിൻ്റെ അടിയിൽ വിറകാണ് കേട്ടോ വിറകടുപ്പാണേ അതുകൊണ്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഇവർക്ക് ബുദ്ധിമുട്ടില്ല ഭാഗ്യം ഇതേ കുറേ കുരുമുളക് പൊടി ഇതെല്ലാം ചേർക്കുന്നു ഒക്കെ നല്ല വിറകടുപ്പാണ് കല്ല് നല്ല ചൂടെന്ന് പറഞ്ഞാൽ നോ ഭയങ്കര ചൂട് ഇത് ഗ്യാസ് പ്രഷർ ഇല്ലേ വിറക് വുഡ് അത് കാരണം രക്ഷപ്പെട്ടു ഓക്കെ ഇത് കറക്റ്റ് സ്ഥലം ബേഹംപൂർ ദിണ്ടിഗൽ ടൗണിൽ തന്നെയാണ് മധുരൈ റോഡ് ബേഹംപൂർ ദിണ്ടിഗൽ ഒരു വലിയ ദോശയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ഭയങ്കര ഓവർ ചൂടല്ലേ അത് കാരണം വെള്ളം ഒഴിച്ചല്ലേ ഓക്കെ ദോശ പുള്ളി നല്ല മനോഹരമായ ദോശ ഗീ റോസ്റ്റാ ഓയിൽ ദോശ ഇതൊരു ബഡ്ജറ്റ് പീപ്പിൾ പ്ലേസ് ആണ് അതുകൊണ്ട് ഇത് ഗീ ദോശയല്ല ഓയിൽ ദോശ അത് പുള്ളിക്കാരൊരു രസികനാണ് കേട്ടോ ഓർഡർ ദോശ നോക്കിയേ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞേട്ടാ അത് നല്ല രസമുണ്ട് ഇത് ഗീ റോസ്റ്റ് അല്ല ഓയിൽ ദോശയാണത് വന്നിട്ടുണ്ട് ഓയിൽ റോസ്റ്റ് ഗംഭീരം യെസ് അങ്ങനെ അടിപൊളിയായിട്ട് ഗീ റോസ്റ്റ് പോലെ ഓയിൽ ദോശയാണ് ഞാനിങ്ങനെ പുള്ളി ഇത് ഗീ റോസ്റ്റാണോ പുള്ളി പറഞ്ഞത് ഇത് ബഡ്ജറ്റ് ഹോട്ടൽ ഇവിടെ ഗീ റോസ്റ്റ് അല്ലേ ഇവിടെ ഓയിൽ റോസ്റ്റ് എഗെയിൻ മുട്ട ഓംലെറ്റ് ഓംലെറ്റ് പുള്ളിക്ക് ഭയങ്കര സന്തോഷം ഇത് മറ്റേ ബുൾസൈ വളരെ ഇഷ്ടപ്പെട്ടു വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഓരോ കാര്യങ്ങളായിട്ട് പുള്ളി കാണിച്ചു തരാണ് പെപ്പർ ആൻഡ് സോൾട്ട് ഓംലെറ്റും ബുൾസൈയും ഓക്കെ കല്ലിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചിങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് എന്നാലേ ആ ചൂട് ക്രമീകരിക്കാൻ പറ്റുള്ളൂ ദോശയ്ക്കൊക്കെ പരത്തണം എന്നുണ്ടെങ്കിൽ കല്ല് കറക്റ്റ് ആയിരിക്കും അതായത് നോക്കിയേ വാഹനങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് വന്ന് നിർത്തുന്നത് ബസ് റൂട്ടാണ് ഇത് ബസ് വരുന്നു നിർത്തുന്നു സ്റ്റോപ്പാണ് ആളിറങ്ങുന്നു കയറുന്നു നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം ദാറ്റ് ഈസ് ഇവിടുത്തെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അടുപ്പ് അത് കപ്പലണ്ടിയുടെ ഉണങ്ങിയ തോട് വെച്ചിട്ടാണ് കത്തിക്കുന്നത് അതിൻ്റെ ഫ്യൂവൽ അങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒന്നും വേസ്റ്റ് ആവുന്നില്ലല്ലോ പിന്നെ ഇഡ്ഡലി ഇവിടെ രാവിലെ 7 മണി മുതൽ രാത്രി 11 വരെ നോൺ സ്റ്റോപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ചൂട് ഇഡ്ഡലി അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും താങ്ക് യു ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് തന്നു നാട്ടിൽ നമ്മൾ അറുക്കപ്പൊടിയിലൊക്കെ ചെയ്യില്ലേ അതായത് വിറക് മറ്റേ കടിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊടി അതുപോലെ ഇത് നോക്കൂ കപ്പലണ്ടിയുടെ ഉണങ്ങിയ കപ്പലണ്ടി തോട് അതൊക്കെ കറി എന്നാ വേണം കലക്കി ഒരു കലക്കി മൊത്തം പരിപാടിയാണ് കൊത്തു പൊറോട്ടയും മുട്ട പൊറോട്ട ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് സാലന പറയാം പിന്നെ മട്ടൺ ചുക്ക ചിക്കൻ പരിപാടിയൊക്കെ ഉണ്ട് അതെല്ലാം വെറൈറ്റിയാണ് പക്ഷേ കൊത്ത പൊറോട്ടയ്ക്ക് എന്നത് ആവശ്യമില്ല കൊത്തു പൊറോട്ട എന്താ അറിയോ നമ്മൾ ഇനിയും പോവാണ് ഒരു കടയിൽ അടുത്ത കടയുടെ പേര് കേട്ടാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കോഴി നാടാക്കട എന്നാണ് പറയുന്നത് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ കോഴി ഇഷ്ടംപോലെ ചിക്കൻ ഐറ്റംസ് ഇവിടുത്തെ കൊത്തു പൊറോട്ട അങ്ങനെ ഓവർ സ്പൈസി ഒന്നും അല്ല കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇത് ഫുഡ് ടൂറാണ് കേട്ടോ ടോട്ടലി ചിക്കൻ ഗ്രേവിയാണേ മുട്ട പൊറോട്ട വിത്ത് ചിക്കൻ ഗ്രേവി
കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നോൺ വെജ് സൈഡൊന്നും പറഞ്ഞില്ല, ഗ്രേവി. ഇനി ഒരു മുട്ട കലക്കിയും കൂടെ പറഞ്ഞു. വെരി നൈസ്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഇവിടെ സ്പൈസി അല്ല, എല്ലാം ഭയങ്കര ഒരു മൈൽഡാണ്. ഒരുപാട് പാർസൽ പോകുന്നുണ്ട്. എൻ്റെ ഒരു ക്രൗഡ് അവിടെ കാണാം. മുട്ട കലക്കിയും എത്തി. ഇത് കറണ്ട് ഓംലെറ്റ് അല്ല, മുട്ട കലക്കി. അതാകുമ്പോൾ ഇങ്ങനെ ജിഗ്ലി ആയിട്ടിരിക്കും. ഓ മൈ ഗോഡ്, ഭയങ്കര സോഫ്റ്റ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ഇനി ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ അടുത്ത കടയിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ തമിഴ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നു. ഇനി അടുത്ത് പോകുന്നത് കോഴി നാടാർ. വേറെ പേരുണ്ട് കേട്ടോ ആ കടയ്ക്ക്. അത് 10:30 ക്ലോസ് ചെയ്യും. അതിന് മുന്നേ അവിടെ എത്തണം. ഓക്കെ, ഇപ്പോൾ 9 മണി ആകാറായി. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് പോലെയാണ് കേട്ടോ ഈ ഭാഗം. ഇവിടെ കുറേ കടകളുണ്ട് രണ്ട് സൈഡിലും. ചെറിയ കടകളാണ്, എല്ലാം വലിയ പോഷല്ല. ഇതൊരു ബഡ്ജറ്റ് ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ആൾക്കാരെല്ലാം വന്ന് കഴിക്കുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, രാത്രി വെളിയിൽ പോയി ഭക്ഷണം കഴിക്കണം എന്നുള്ള ആൾക്കാരെല്ലാം. ഈ ജ്യൂസ് കട, സ്നാക്സ് അങ്ങനെയുണ്ട്. കുറച്ച് അല്ലാത്ത കടകളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ അടുത്താണ്. കാറ് പാർക്കിംഗ് അവിടെ കിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ നടക്കുന്നു. സെൽവം റെസ്റ്റോറൻ്റ് എന്നാണ് ശരിക്കും ആ കടയുടെ പേര്. അതിൻ്റെ കൂടെ കോഴി നാടാർ കടയെന്നും പറഞ്ഞാൽ അറിയും. ഓക്കെ, അങ്ങോട്ട് പോകാം. ചെറിയ കടയാണ്, പക്ഷെ ഭയങ്കര ആൾ അതിനകത്ത് രക്ഷയില്ല. നിറയെ ആള്. ഇരിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് സംശയമാണ്. കോഴി നാടാർ കടയ്ക്കകത്താണ്. ഇതിനകത്തൊരു സീറ്റ് കിട്ടാൻ പറ്റ പാട്. കുറേ നേരം, ഞാൻ ഏകദേശം ഒരു 15 to 20 minutes ആയി. 20 minutes കൂടുതലായി വെളിയിൽ നിൽക്കുമായിരുന്നു. ഈ കാണുന്ന ഇത്രയും സ്ഥലം, മേളിൽ കുറച്ച് സ്ഥലമുണ്ട് അപ്സ്റ്റേഴ്സ്. പക്ഷേ ഫുൾ ആളാണ് അല്ല. അവിടെ ഇനി ഒരു 10-20 പേര് പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കും. ഒരാൾ ഇറങ്ങുമ്പോൾ വിളിക്കും. ഈ സീറ്റിൽ തന്നെ ഒരു ചേട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കലക്കി, മുട്ട കലക്കി, പിന്നെ നാട്ടുകോഴി, പൊറോട്ട, സ്പെഷ്യൽ എല്ലാ കറികളും, കറി ദോശ അങ്ങനെയൊക്കെയാന്ന് തോന്നും. 10 ആകുമ്പോൾ ക്ലോസ് ചെയ്യും കേട്ടോ. എൻ്റെ ദൈവമേ, എത്ര സ്ഥലമില്ല, തിരക്ക്. എന്നാലും ആൾക്കാർ ഇവിടെ തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് അവർക്ക് ആ ഫുഡിനോടുള്ളൊരു അട്രാക്ഷനാണ് കേട്ടോ. കഴിച്ച് ശീലിച്ച് ഇവിടുത്തെ സ്വാദ് അവർക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതാണ് കാര്യം. നമ്മളതറിയാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ കടകളും കുറച്ച് തിരക്ക് പിടിച്ച കടകളെല്ലാം തന്നെ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഈ അറേഞ്ച്മെന്റ്സ് കുറച്ച് പറ്റാത്തത്. വളരെ ലിമിറ്റഡ് സ്പേസ് പ്ലസ് ഭയങ്കര ഓവർ ക്രൗഡാണ്. അതേസമയം വേണു ബിരിയാണിയിൽ അവിടെ ആണെങ്കിൽ നല്ല ഓർഡേർലിയായിരുന്നു. കുറേ ആൾക്കാരുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. എങ്കിലും നിറയെ ആൾ വന്നെങ്കിൽ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ അവർ വെയിറ്റ് ചെയ്യിക്കുന്ന രീതിയും അവർക്ക് സ്പേസ് അകത്ത് ഒഴിയുന്നതിനനുസരിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലൊരു ഡിസിപ്ലിൻഡ് വെയിലായിരുന്നു. നല്ല ഓർഗനൈസ്ഡ് ആയിരുന്നു. എങ്ങനെ തോന്നി? ചിക്കൻ ദോശ. ഓക്കെ, മട്ടൻ ടിക്ക. ഓക്കെ, ഒരു ചിക്കൻ ദോശ. പറയുന്നത് ഓടുന്നു. ഒരു ചിക്കൻ ദോശ. പിന്നെ എനിക്കിത് കഴിച്ച് നടക്കുകയല്ലേ ഞാൻ. എനിക്കതൊരു കോമഡി ആയിട്ട് തോന്നുന്നു. ഫുൾ ഫുഡ് ടൂർ ആയപ്പോൾ കംപ്ലീറ്റ്. അതും എല്ലാം നോൺ വെജ്. ഒരു ചിക്കൻ ദോശ. പിന്നെ എന്നാ കിടക്കും? പിന്നെ എന്നാ? ചിക്കൻ ദോശ, മട്ടൻ ദോശ. മട്ടൻ ദോശ വേണ്ട, ചിക്കൻ ദോശ. നാട്ടുകോഴി എന്നാ കറിയാ? ഓ, പെരട്ട, പിച്ചിപ്പോട്ട് നാട്ടുകോഴി. ഓക്കെ, അത് ഒരെണ്ണം. രണ്ടോ ഓരോന്ന്, അത് നോക്കാം, പറയാം. രണ്ടാമത് പിച്ചിപ്പോട്ട കോഴി വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ, നാടൻ കോഴി. ഇത് സ്പൈസിയാണ് അത്യാവശ്യം. യെസ്, ഇവിടുത്തെ ഇഡ്ഡലി. ചൂട് ഇഡ്ഡലി വന്നു. ഞാൻ ഒരു ഇഡ്ഡലി മാറ്റി. നമുക്കിനി കറി ദോശയും കൂടി വരാനുണ്ടല്ലോ. സാല ചിക്കൻ്റെ ഗ്രേവിയാ. ഇവിടെ എല്ലാം നോൺ വെജ് തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതലാണ്. എന്തെങ്കിലും വന്നിട്ട് നോൺ വെജ് അല്ലാതെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു സന്തോഷം. ചമ്മന്തി കണ്ടിട്ട് സന്തോഷത്തിലാണ്. ചമ്മന്തി കൂട്ടി കഴിക്കാം ഫസ്റ്റ്. നോൺ വെജിൻ്റെ അതിപ്രസരം കൊണ്ട് എനിക്ക് വെജ് കഴിക്കാനൊരു മോഹം. ചമ്മന്തി, ഇഡ്ഡലി, കുഴപ്പമില്ല, പറയാൻ വരുന്നുണ്ട്. ചിക്കൻ ദോശ. എന്തൊച്ചയല്ലേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട്. ഭയങ്കര ആളും ക്രൗഡും തിരക്കും.
അതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അടിപൊളി ചമ്മന്തി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് വെരി നൈസ്, സൂപ്പർ ചമ്മന്തി, തേങ്ങയും പൊട്ടുകടലും. ഇനി ഇടയ്ക്ക് നമ്മുടെ ഗ്രേവി. ഞാൻ എല്ലാ ദിവസവും ഇതല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് 3 നേരം. ചിക്കൻ, മട്ടൺ, ഗ്രേവി, ചുക്ക, ഒരുപാട് കാര്യങ്ങൾ കഴിച്ചു. നോൺ വെജ്, പാവം, ഇഡലി, പക്ഷെ ഗംഭീര ഫുഡ് കേട്ടോ, പറയാം. സോഫ്റ്റ് ഇഡലി, അടിപൊളി ചമ്മന്തി. ഓ, ഇതാണ് ചിക്കൻ ദോശ. ഓക്കെ, താങ്ക് യു. ഇത് കൊള്ളാം, അടിപൊളി. നോക്കിയേ, കുറെ ഗ്രേവി, ചിക്കൻ കറി പോലെ, എന്നിട്ട് നല്ല ഇങ്ങനത്തെ. അതിനകത്ത് മുട്ട ഉണ്ടാവും കേട്ടോ. അതേ നോക്കിയേ. ദോശ, മുട്ട ദോശ. ദോശയുടെ മുകളിൽ മുട്ട ഓംലെറ്റ് പോലെ, അതിൻ്റെ മുകളിലാണ് ഈ ചിക്കൻ കറി ഒഴിച്ചിട്ട് തരും. സോ ദിസ് ഇസ് ചിക്കൻ കറി ദോശ. പിച്ചിയെടുത്ത ചിക്കൻ പീസസും അതിൻ്റെ കറിയും ചേർന്ന് വരും. കൊള്ളാലോ, അടിപൊളി. എന്താണ് മട്ടൻ്റെ വേർഷനും കിട്ടും കേട്ടോ. പിന്നെ ഇത് കൂടി കഴിക്കാം. അതറിയണ്ടേ ടേസ്റ്റ് എന്താണ്. പിച്ചിപ്പോട്ട് ചിക്കൻ, എനിക്ക് തോന്നുന്നു ഗ്രേവി ഏതാണ്ട് അതുപോലെ തന്നെയാണ്. നല്ല ഗ്രേവി, നല്ല കറി. ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചർ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ കാണുന്നതും ഞാനും അതിൻ്റെ ഭാഗമായി നടക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇവിടുത്തെ ഹോട്ടൽസൊക്കെ ഫുള്ളാണ് ഇതുപോലെയുള്ള ഹോട്ടലുകൾ. അതായത് ഇവിടുത്തെ പ്രാദേശികമായ ഹിറ്റായിട്ടുള്ള കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഈ നോൺ വെജ് കടകൾ. ഇവിടെ മട്ടൺ ഒരു പ്രധാന ഐറ്റമാണ്. മട്ടൺ ചിക്കൻ ചുക്ക, എല്ലാ ടൈപ്പ് ഓഫ് നോൺ വെജും അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈവൻ രാവിലെ 5 മണി തൊട്ട് ആസ് യൂഷ്വൽ കോഫി സ്നാക്സ് ഉള്ള കടകൾ തുടങ്ങും. പിന്നെ പല കടകളും രാവിലെ 7 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് തുടങ്ങാം. ചിലയിടത്തൊക്കെ നോൺ വെജ് 7 മണിക്കേ തുടങ്ങും. പക്ഷെ ആൾക്കാർ അത്രയ്ക്ക് വന്ന് കഴിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമാണ്. അവര് ഫുഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ഇടയിലേക്ക് വന്ന് 3 ദിവസം നിന്ന് ഞാനും ഇപ്പോൾ ഏതാണ്ട് പാറ്റേൺ ആയിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഇതും കഴിച്ചിട്ട് ഇവിടെ. ഓക്കെ, കൂടുതൽ കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്തില്ല, ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടുത്തെ കലക്കി ഇങ്ങനെയാണ്. കുറച്ച് ഗ്രേവിയും കൂടെ ചേർന്ന് വരും, ചിക്കൻ ഗ്രേവി എല്ലാം. എന്നിട്ട് അതോടുകൂടി ഇങ്ങനെ ഇട്ട് തരും. കുറേ കുരുമുളക് പൊടിയൊക്കെ കുറേ മേളിലിട്ടിട്ടുണ്ട്. പ്ലസ് കുറച്ച് ഗ്രേവിയുടെ ഒരു അംശമൊക്കെ ഉണ്ടാവും. ഇനി ബില്ല് കൂടി പേ ചെയ്ത് ഇറക്കും. അതിനും തിരക്കാണ്, ക്യൂ. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. തിരക്ക് ഇതിപ്പോൾ മണി എത്രയായി ആക്ച്വലി പറഞ്ഞാൽ? 10 മണിയായിട്ടുള്ളൂ, 10:07. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ് കൂടി പോവും ഈ കച്ചവടം. തിരക്കിങ്ങനെ വന്നും പോയിരിക്കുന്നു. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഇവിടെയുള്ള മിക്ക കടകളിലും ഇതാണ്. അത് ഫേമസ് ആയിട്ടുള്ള എല്ലാ കടയിലും ഇത് തന്നെയാണ് കേട്ടോ. ചിക്കൻ മട്ടൺ, പിന്നെ കലക്കി, മുട്ടയുടെ പല ഫോമിലുള്ള കാര്യങ്ങൾ, പൊറോട്ടാസ്, പിന്നെ ദോശാസ്. നല്ല രസമാണ്. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും, ഞാനിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമായിട്ട് നോൺ വെജ് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇനി 1 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിങ്ങളിത് പല എപ്പിസോഡ്സ് ആയിട്ട് കാണുന്നതുകൊണ്ട് അറിയത്തില്ല. ഞാനിങ്ങനെ ഓവർ റേറ്റിംഗ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ 2 കിലോയെങ്കിലും കൂടുമെന്ന് തോന്നുന്നു. മട്ടണൊക്കെ അല്ലേ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ച് കൺട്രോൾ ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത്, ഒരു അത്രയും ക്വാണ്ടിറ്റി വൈസ്. എന്നാലും രസമുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇടയ്ക്കൊരു ചമ്മന്തി ഇഡലി കിട്ടിയപ്പോൾ ഒരു വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്ന പോലെ വെജ്. ഒരു കാര്യം, ഇത്രയും കഴിച്ചല്ലോ, ഞാൻ കഴിച്ച കാര്യങ്ങൾ കണ്ടു. പിന്നെ എൻ്റെ കൂടെ 2-3 പേരുണ്ട്, അവർക്കും കൂടി ഉള്ളത് കഴിച്ചിട്ടും അവർ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല. ഇതുപോലെയൊക്കെ തന്നെ 6-10 റുപ്പീസ് ആയിട്ടുള്ളൂ. പൈസയും കുറവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇവിടെ അവർ അധികം പൈസയും ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് സെൽവം റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ പോപ്പുലർലി നോൺ ആസ് കോഴി നാടാർക്കട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോകുന്നു, ഹോട്ടലിലേക്ക് വൈൻഡപ്പ് ചെയ്ത് പോട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നാളെ ഫുൾ ഡേ ഞാനിവിടെ ഉണ്ടാവും. അവിടെയും വീണ്ടും നമ്മൾ ഭക്ഷണം തന്നെയാണ് ഡേ. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഒരു കാര്യം ബാക്കിയുണ്ട്. നമ്മുടെ ആ ഫോർട്ട്, ഇവിടുത്തെ റോക്ക് ഫോർട്ട് കാണണം, അത്തരം കാര്യങ്ങളും. രാവിലെ എഴുന്നേറ്റ് പോകണം. വേറെ കുറച്ച് മെസ്സിലൊക്കെ പോകാനുണ്ട്, ഇതുപോലെ ഭക്ഷണ കാര്യങ്ങൾ. 7 o'clock ഓപ്പൺ ചെയ്യുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ